കീം 2024 ചെറിയൊരു അറിയിപ്പ്. മിക്ക സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട, ഉദാഹരണത്തിന് രാജഗിരി കോളേജ് കൊച്ചിയിലെ മെറിറ്റ് വിഭാഗത്തിൽ തന്നെ പെടുന്ന കുട്ടികൾക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോട്ട അവിടെ നിലവിലുണ്ട്. ആ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള സർട്ടിഫിക്കറ്റ് സബ്മിഷൻ ഡെഡ് ലൈനൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അവരുടെ സൈറ്റിൽ ഒരു ചെറിയ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ അതാത് കമ്മ്യൂണിറ്റികളിലേക്കുള്ള വിൻഡോ ആണിപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതാത് കോളേജുകളുമായിട്ട് നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടണം. ചില കോളേജിൽ കൃത്യമായിട്ട് ഓഗസ്റ്റ് 13 വൈകിട്ട് 3 മണിക്ക് മുൻപ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കോളേജിൽ നേരിട്ട് പോയി ബന്ധപ്പെട്ട് അവിടെ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റുകളാണ്. കീം സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്യേണ്ടതല്ല. അഡ്മിഷൻ എല്ലാം കീമിൻ്റെ സിഇയിലൂടെ തന്നെയാണ് നടക്കുന്നതെങ്കിലും ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ഇപ്പോഴാണ് അത് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ചില കുട്ടികൾ, സ്പെസിഫിക്കലി രാജഗിരിയിലൊക്കെ അപ്ലൈ ചെയ്ത കുട്ടികൾ ചോദിക്കാറുണ്ട്, കഴിഞ്ഞ വർഷം YN ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കാറ്റഗറിക്ക് കിട്ടിയ കുട്ടിയുടെ റാങ്കിനേക്കാളും നല്ലതായിട്ട് പോലും എന്തുകൊണ്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് അവിടെ കിട്ടാതിരുന്നത്? അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ്, ഈ വിൻഡോ ഇവർ ഓപ്പണാക്കി വെച്ച് ഈ ഡോക്യുമെൻറ്റ്സൊക്കെ സ്വീകരിച്ചതിന് ശേഷം രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്കുള്ള ആ കോട്ടയിലേക്കുള്ള സീറ്റുകൾ കീമിൻ്റെ അഡ്മിഷൻ വഴി പരിഗണിക്കുകയുള്ളൂ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോളേജുകളുമായിട്ട് ബന്ധപ്പെടാം. ഞാൻ രാജഗിരി ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. പല കോളേജുകളിലും ഇതുപോലെ കമ്മ്യൂണിറ്റി കോട്ട നിലവിലുണ്ട്. കോളേജുമായിട്ട് നേരിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ്.